ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ ഒരുപാട് നേരത്തെ ഒന്നും പോകുന്നില്ല. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പായസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഒക്കെ ഇന്നലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തായാലും 7 മണി ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ കാറൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 സ്കൂട്ടറിലായിട്ട് പോവുകയാണ്. പ്രാവശ്യം 10:30ക്കാണ് പൊങ്കാല തുടങ്ങുന്നത്. ഓരോ പ്രാവശ്യവും സമയവും വ്യത്യാസം ഉണ്ടാകും, പൊങ്കാല തുടങ്ങുന്നതും പൊങ്കാല എടുക്കുന്നതിൻ്റെയൊക്കെ. അത് പക്ഷേ നേരത്തെ പറയും. അതുകൊണ്ട് നമ്മൾ ആ സമയം കണക്കാക്കി പോയാൽ മതി. പിന്നെ അവിടെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നേരത്തെയൊക്കെ പോകും. പിന്നെ ഞങ്ങൾ സൈത്താറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. അവിടെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്കൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. അടിച്ചു വാരലും ഇഷ്ടിക എടുത്തു വെക്കലും കൊതുമ്പ് എടുത്തു വെക്കലും ഒക്കെ. ഞങ്ങൾ കൊതുമ്പും ചട്ടിയൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അവർ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പൊങ്കാല ഇടാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി. ഇന്ന് വിറകും ഒക്കെ ആയിട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി എല്ലാം അടുപ്പൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ. പൊങ്കാല ഇട്ടതിന് ശേഷമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കളഭമൊക്കെ തൊട്ട് ഒന്ന് സുന്ദരിയാക്കുകയാണ് നമ്മുടെ കലത്തിനെ. ചിക്കു പൂവൊക്കെ കൊണ്ടൊന്ന് അലങ്കരിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് പിന്നെ കാണാനൊരു ഭംഗിയല്ലേ, അതിനുവേണ്ടി വെക്കുന്നേ ഉള്ളൂ. അങ്ങനെ കലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്കും ഇവിടുത്തെ ചേച്ചി തെരളി ഇടുന്നുണ്ട്. അപ്പം വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടും. അപ്പോൾ ഈ തെരളി ഇലയിലാണ് തെരളി അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മ പുതുക്കാനായിട്ട്, പെട്ടെന്ന് കണ്ടു പോകാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തെരളിയപ്പം കേട്ടോ. ഈ ചേച്ചി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ശർക്കര ഉരുക്കിയായിരുന്നു ചേച്ചി ഒഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം പക്ഷേ ശർക്കര പൊടിച്ചിട്ടു. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ഞാൻ ശർക്കര പൊടിച്ച് തെരളിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടാം. ചിലർ പഴമൊക്കെ ചേർക്കും കേട്ടോ. ഞങ്ങൾ പക്ഷേ പഴം ചേർക്കാറില്ല. പഴം ചേർക്കുമ്പം വേറൊരു രുചിയാണ്. പക്ഷെ പഴം ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ രുചി. ഇതുപോലെ ഈർക്കിലിയിൽ കോർത്തിട്ടാണ് തെരളിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചുരുട്ടി 2 3 എണ്ണമോ ഒക്കെ ഒരു ഇലയ്ക്കകത്ത് വെച്ച് ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് ഇതുപോലെ ഈർക്കിലിയിൽ കോർത്തങ്ങ് എടുക്കുക. എന്നിട്ട് ഇത് മാല പോലെ ഉണ്ടാവും. പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇത് വെക്കുക. അല്ലാതെ 2 അടുപ്പ് വെച്ച് ഒന്നിൽ പായസം ഒന്നിൽ തെരളിയും വെക്കുകയും ചെയ്യും. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം മുറത്തിലേക്ക് എടുത്ത് വെച്ചങ്ങ് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ സമയമാകുമ്പം എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പം അമ്പലത്തിൽ ഭണ്ഡാരയടുപ്പിൽ തീ കത്തിച്ച് കഴിയുമ്പോഴേ ഇവിടെ കത്തിക്കുള്ളൂ. ഇപ്പോൾ സമയം ആവാറായി. അപ്പോൾ അതുകൊണ്ട് പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്താനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ്. ഇപ്പോൾ ചട്ടി ആരുടെയോ ചോരുന്നുണ്ടെന്ന് കാരണമായിട്ട് ചിക്കു ഓടി വന്ന് ചട്ടിയൊക്കെ തൊട്ട് നോക്കുകയാണ്, ചോരുന്നുണ്ടോ എന്ന്. വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഞങ്ങൾ കവറിലാക്കി കൊണ്ടുവന്നിരുന്നു. 2 പേർക്കും വേറെ വേറെ എടുത്ത് കൊണ്ടുവന്നതാണ്. അതിനി കഴുകിയെടുക്കണം. കഴുകാനുള്ള പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. ഒരു 3 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. പിന്നെ റോഡ് സൈഡിലൊക്കെ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് പൈപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരി കഴുകിയിട്ട് വേണമല്ലോ എടുക്കാനായിട്ട്. ഇനിയിപ്പം കത്തിക്കാനായിട്ടുള്ള ചൂട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ചിക്കു. നമ്മൾ ആദ്യം കത്തിക്കുമ്പം ചൂട്ട് വെച്ച് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ചൂട്ടാണ് എടുക്കുക. അതിനുശേഷം കൊതുമ്പൊക്കെ വെക്കുമ്പോഴത്തേക്ക് അങ്ങ് കത്തിക്കോളുമല്ലോ. അപ്പോൾ ഇതെല്ലാവരുടെ അടുപ്പുകളും റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനിയിപ്പം വെയിറ്റ് ചെയ്യാണ് അമ്പലത്തിൽ ഭണ്ഡാരയടുപ്പിൽ തീ കത്തിച്ചു എന്നുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കാനായിട്ട്. പുറത്തുതാ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ സെയിൽസിനൊക്കെ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമല്ലേ? ഉത്സവമൊക്കെ ആവുന്ന സമയത്തുള്ളൊരു പ്രത്യേകതയാണത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താ ഒരു പ്രത്യേക രസമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാം റെഡിയാക്കി വെച്ച് അമ്പലത്തിൽ ഭണ്ഡാരയടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും തീ കത്തിക്കാം. അപ്പോൾ അതവിടെ പറയുന്നുണ്ട്, അമ്പലത്തിലെ ഭണ്ഡാരയടുപ്പിൽ തീ കത്തിച്ചു. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീട്ടിലെ വിളക്കിലൊന്ന് തീ കത്തിച്ച് പൊങ്കാല ഇടാൻ തുടങ്ങിക്കോളൂ. നമ്മളെല്ലാവരും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളക്കിന്ന് തീ എടുത്ത് കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കത്തിച്ച തീയിൽ നിന്ന് ഓരോരുത്തർക്കും വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തു പോകാം. എല്ലാവരും നേരെ വിളക്കിന്ന് കത്തിക്കണമെന്നില്ല. എന്നിട്ട് നമ്മൾ നേരെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് കത്തിക്കും. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്തായാലും പൊങ്കാലയൊക്കെ ഇടാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ വീട്ടിൽ ഒരുപാട് പേര് പൊങ്കാല ഇടാനായിട്ട് വരും കേട്ടോ. പരിചയക്കാരും കുടുംബക്കാരും ഒക്കെ വരും. അപ്പം ഈ സമയത്താണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്.
അപ്പോൾ എൻ്റെ കലത്തിലെ വെള്ളം തിളച്ചിട്ടു. അപ്പം അതിലേക്ക് അരി ഇടുകയാണ്. 3 പ്രാവശ്യം ഒന്ന് ചുറ്റിയാണ് ഇട്ട് കൊടുക്കുക. പ്രാർത്ഥനയോടുകൂടി വേണം ഇടാനായിട്ട്. നമ്മൾ പൊങ്കാല തുടങ്ങുന്ന സമയത്തും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. ആ ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശരിക്കും. അപ്പോൾ ഇത് തിളച്ച് പുറത്തോട്ട് തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തൂകണമെന്നൊന്നുമില്ല, അതൊക്കെ ഒരു വിശ്വാസമാണ്, നമുക്കൊരു സന്തോഷമാണ് അതിങ്ങനെ തിളച്ചിങ്ങനെ പുറത്തോട്ട് തൂകുന്ന സമയത്ത്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അതങ്ങ് വെന്ത് വന്നോളൂ. നമ്മൾ ഇടുന്നത് ചമ്പാ പച്ചരിയാണ്. സാധാരണ പച്ചരി വേണമെങ്കിൽ ഇടാം കേട്ടോ. പെട്ടെന്ന് വേവുന്ന അരി വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വെന്ത് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് വെള്ളം വയ്ക്കരുത്, പാകത്തിന് വേണം വെള്ളം വയ്ക്കാനായിട്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് എങ്ങനെ പൊങ്കാല പായസം ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിൽ അളവുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അളന്നിട്ട് ഒഴിക്കണമെന്നില്ല, നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടാവുമല്ലോ, മനസ്സിലാവുമല്ലോ. അതിനുവേണ്ടി അളന്ന് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. ഇത് അരി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഇട്ടു ശർക്കര ഞാൻ ഇപ്രാവശ്യം പൊടിച്ച് നല്ല ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉരുക്കിയില്ല. മുമ്പൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഉരുക്കിയിട്ട് ഒഴിച്ചതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഉരുക്കി ഒഴിക്കും. അല്ലെങ്കിൽ 2 അടുപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടുപ്പിൽ ഉരുക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിരുന്നാലും മതി. ചില ശർക്കരയിലൊക്കെ അഴുക്കൊക്കെ നല്ലപോലെ ഉണ്ടാകും, അപ്പോൾ അങ്ങനെ ഒഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴും പായസം ഉണ്ടാക്കാനാണെങ്കിലും തരലി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും വെളുത്ത് കിടക്കുന്ന ശർക്കരയില്ലേ, അതെടുക്കാതെ ഒരു മീഡിയം ഡാർക്ക് കളറിലുള്ള ഒരു ശർക്കരയില്ലേ, അതെടുക്കുക കേട്ടോ നല്ലത്. ഒരുപാട് ഡാർക്കും വേണ്ട, ഒരുപാട് ലൈറ്റും വേണ്ട. കാണാനുള്ള ഭംഗിയും ടേസ്റ്റും ഒക്കെ അത് തന്നെയായിരിക്കും. പിന്നെ ഇപ്രാവശ്യം ഞാൻ പൊങ്കാല കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പൊങ്കാല കിറ്റിൽ വെള്ള ശർക്കരയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളത് എടുത്തില്ല, മാറ്റി വേറെ ശർക്കര വാങ്ങിച്ചു. പിന്നെ ചിലർക്കൊക്കെ കിട്ടിയ പൊങ്കാല കിറ്റിൽ അരി വളരെ ചെറുതായിരുന്നു, പൊടിയരി പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും പൊങ്കാല കിറ്റ് വാങ്ങിക്കുന്നില്ല. നമുക്ക് ആകെ കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടു, അതങ്ങ് സെപ്പറേറ്റ് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുകയാണ്. കിറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല, അവരുടെ ഇഷ്ടത്തിനുള്ള സാധനമല്ലേ എടുത്ത് വെക്കുക. നെയ്യൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള ബ്രാൻഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാമല്ലോ. പിന്നെ ഈ സമയമാകുന്ന സമയത്ത് മിക്കവാറും എല്ലാ ബ്രാൻഡുകളും നെയ്യൊക്കെ ആണെങ്കിലും ചെറിയ പാത്രത്തിൽ ഒരു പായസത്തിനുള്ള ആവശ്യത്തിനുള്ള നെയ്യ് അങ്ങനെ ഒരു കുപ്പിയിലൊക്കെ ആക്കിയൊക്കെ വിൽക്കും. തേങ്ങ ചിരകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്, അത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ചിരകിയത് ഇട്ട് കുറച്ച് സമയം ഒന്ന് വെച്ച് തിളപ്പിക്കണം. അപ്പോഴാണ് ആ തേങ്ങയുടെ സത്തൊക്കെ ഇറങ്ങി കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആവും. അവസാനം അതിൻ്റെ മുകളിൽ ഇട്ടേക്കരുത്. അതുപോലെ തന്നെ പഴവും അങ്ങനെ തന്നെയാണ്. പഴം ഇട്ടിട്ട് ഒന്നൊന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ നല്ലൊരു ടേസ്റ്റാണ് ആ പായസത്തിന് ഉണ്ടാവുക. പഴം ചെറുതായിട്ട് നുറുക്കിയിരുന്നു, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ശരിക്കും നല്ലതുപോലെ ഒരുപാടാവുകയും ചെയ്യരുത്. ചെറിയ 2 പഴം മാത്രം മതി. നമ്മൾ പൊങ്കാല ഇടുകയാണെന്നുണ്ടെങ്കിലും എത്രയും രുചിയോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും രുചിയോടെ നമ്മൾ ഉണ്ടാക്കുക. അത് ദേവിക്ക് സമർപ്പിക്കുന്നതല്ലേ. ഏറ്റവും അവസാനം ഏലക്കാപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. പിന്നെ തീ കെടുത്തുന്ന സമയത്ത് കുറച്ചൊരു ലൂസാക്കിയിട്ട് വെക്കുമായിരിക്കും കേട്ടോ നല്ല. കാരണം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാകും. അപ്പോൾ ആ ഒരു കണക്ക് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല പാകത്തിനുള്ള നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസമില്ലേ, അതിൻ്റെ രുചിയിലും കാണാനും അതുപോലെ തന്നെ ഇരിക്കുന്ന പായസം കിട്ടും. ശർക്കര ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യും ശർക്കരയും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസത്തിന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അവസാനവും ഓഫാക്കിയിട്ടല്ല, തീയൊക്കെ മാറ്റിയതിന് ശേഷം അവസാനം ഒന്ന് ഒഴിച്ചിട്ട് വേണം അടച്ചു വെക്കാൻ. അപ്പോൾ നല്ല മണവും ടേസ്റ്റും ആയിരിക്കും പായസത്തിന്. 50 ml ഒരു 2 കുപ്പിയായിട്ട് വാങ്ങിച്ചത്. ഞങ്ങൾ ഓരോ കുപ്പി മുഴുവനായിട്ടും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് അരി വെച്ചിട്ടുള്ള പായസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊങ്കാല പായസത്തിൻ്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന അതേ അളവ് തന്നെയാണ്. എൻ്റെ പായസം റെഡിയായി ഞാൻ അടച്ചു വെച്ചു കേട്ടോ. ഇതുപോലെ വാഴയില വെച്ച് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ഇനി ഉച്ചയ്ക്ക് 2:30 അമ്പലത്തിൽ നിന്നുള്ള പോറ്റി വന്ന് തളിച്ചതിന് ശേഷമാണ് നമ്മൾ പായസം എടുക്കുക. ചിക്കുവിന് കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്, അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യാണ്. വഴിയിലൊക്കെ നിറച്ചും ആൾക്കാരിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് എല്ലായിടത്തും മോരും വെള്ളവും സ്ക്വാഷും ഒക്കെ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടാവും. ഇന്ന് നല്ല ദാഹമായിരിക്കും, നല്ല ചൂടാണ്. അപ്പം എല്ലാവരും വന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീട്ടിലും അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ തന്നെ വയ്ക്കും, വാതുക്കെ തന്നെ ആണ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നുള്ളവരും വന്ന് കുടിച്ചിട്ടൊക്കെ പോകും. കുപ്പിയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്.
മുമ്പ് ഞങ്ങൾ വരുന്ന സമയത്ത് ചിക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടിയാണ് കലക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും, ഹെൽപ്പേഴ്സായിട്ട് നിൽക്കുക. എന്നിട്ട് അവരാണ് എടുത്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഇങ്ങനെ എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ ചിക്കു പൊങ്കാല ഇടാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പോയില്ല. പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്കിവിടെ വന്നവർക്കെല്ലാം ഫുഡ് ഇവരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സൈത്താറിൻ്റെ ഫ്രണ്ട് ശ്രീകുമാറിൻ്റെ ചേച്ചിയാണ് ഗീത ചേച്ചി, അമ്മയും ആണുള്ളത്. ഇപ്പോൾ ഈ ചേച്ചിയാണ് ഇവിടുത്തെ എല്ലാ ഫുഡ് ഇവിടെ വരുന്നവർക്കുള്ള ഫുഡ് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു. നമ്മളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളമ്പിയൊക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ എല്ലാ വീടുകളും ഇങ്ങനെ പൊങ്കാല ഇടാനായിട്ട് അങ്ങ് തുറന്നു കൊടുക്കും. അങ്ങനെ ജാതി മതമൊന്നുമില്ല, ഏത് മതത്തിലുള്ളവരും എല്ലാവരും അവരുടെ വീട് അതിന് വേണ്ടിയിട്ടങ്ങ് തുറന്നു കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് രാത്രി എത്താനായിട്ട് അത്യാവശ്യം ആയതുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഇന്നലെ പോവില്ലായിരുന്നു. ഒരുപാട് ലേറ്റായി തിരിച്ചെത്താനായിട്ട്, ഒരു 11-11:30 ആയി. ആ സമയത്താണ് റോട്ടിൽ മുഴുവനും വലിയ ചെമ്പുകളൊക്കെ ആയിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നത്. അവർ രാത്രി മുഴുവനും ഭക്ഷണം ഉണ്ടാക്കും. പിറ്റേ ദിവസം പൊങ്കാല ഇടാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അന്നദാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ പലരും പൊങ്കാല അടുപ്പൊക്കെ കൂട്ടി അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇട്ടിട്ട് പോകും. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ നിറച്ചും പൊങ്കാല അടുപ്പുകളാണുള്ളത്. അവിടെ തന്നെ ആൾക്കാർ കിടക്കുന്നുണ്ട്. പൊങ്കാല നേദിക്കാവുന്ന സമയമായി, 2:30 ആയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നുള്ള പോറ്റി വന്നിട്ട് തളിച്ച് കഴിയുമ്പോഴേ നമ്മൾ ഈ പായസം എടുക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് പോറ്റി വന്ന് വെള്ളം എല്ലാ പൊങ്കാല കലത്തിലും നമ്മുടെ മേത്തും ഒക്കെ തളിച്ചേച്ച് പോകും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ, ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിലുണ്ടാവുക. അങ്ങനെ എല്ലാവരും അവരവരുടെ പായസത്തിൻ്റെ കലങ്ങളെല്ലാം തുറന്ന് വെച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് കാത്തിരിക്കുകയാണ്. നേദിച്ചതിന് ശേഷം പായസം എടുത്ത് കഴിക്കും. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാവരും പായസം ഉണ്ടാക്കിയതാണ്, എന്നാലും ഷെയർ ചെയ്യും. അതൊരു സന്തോഷമാണ്. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല അവസാനിച്ചു. അടുത്ത വർഷത്തേക്കുള്ള പൊങ്കാലയ്ക്കായിട്ടുള്ള കാത്തിരിപ്പിൽ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഒരു പ്രത്യേക സന്തോഷവും സമാധാനവുമാണ് ഈ പൊങ്കാല പായസം ഉണ്ടാക്കി നേദിച്ച് എടുത്തു കഴിയുമ്പോൾ. എന്നാൽ ആ പായസത്തിനാണെങ്കിലും അസാധ്യ രുചിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയാമോ? കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും മനസ്സിൽ ഒരു മോശമായിട്ടുള്ള ചിന്തയില്ലാതെ വളരെയധികം സ്നേഹത്തോടെ ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതിനുവേണ്ടി നമ്മൾ അടുത്ത പൊങ്കാല വരെ കാത്തിരിക്കാതെ നമ്മൾ ഓരോ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഈ ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസമുള്ള ഭക്ഷണം പ്രസാദമാക്കി മാറ്റാം. അത് കഴിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും നന്മ വരെയും സന്തോഷം നിറയും. അങ്ങനെ ലോകം മുഴുവനും ദിവസവും ഈ ഒരു രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നാളേക്കായിട്ടുള്ള തുടക്കത്തിന് വേറെ ഒന്നും വേണ്ട. അന്നം എങ്ങനെയോ മനസ്സങ്ങനെ എന്നല്ലേ പറയാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.